Alatiru perum tulium swalabadum adanapturanguvan aruche deverambar alamudayovan egalarulale aye Muhammad abarkila enovar. അറബി മലയാള സാഹിത്യത്തിൽ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് മുഹിയുദ്ദീൻ മാല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരിക ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സൃഷ്ടികളിലൊന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ കാവ്യസൃഷ്ടി ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഒരു അമേരിക്കൻ ഗവേഷകയാണ്. അമേരിക്കയിലെ ടെക്സാസ് സർവകലാശാലയിലെ ഗവേഷക കീലി സുട്ടൻ. ഇന്ന് കീലിയുടെ മുഹിയുദ്ദീൻ മാല പരിഭാഷയാണ് കേരളത്തിനു പുറത്തുള്ള ഗവേഷകർ അറബി മലയാള പഠനത്തിന് ആശ്രയിക്കുന്ന പ്രധാന കൃതികളിലൊന്ന്. 4 authors വേറെ മക്കളെ ലേഖനത്തെ പറ്റി മക്കളുടെ കമ്മ്യൂണിറ്റിയെ പറ്റി പുസ്തകം എഴുതി. പക്ഷേ ആ പുസ്തകത്തിൽ മക്കളെ പറ്റി ഒന്നുമില്ല. ഒരു കുറച്ച് ഒരു വാക്യം തർജ്ജിമ ആകും ചിലപ്പോൾ. പക്ഷേ പിന്നെ ഞാനൊരു തർജ്ജിമ ചെയ്തു അമേരിക്കയിൽ എൻ്റെ പ്രൊഫസറിൻ്റെ കൂടെ ചെയ്തു. അത് 20 വരികൾ മുഹിയുദ്ദീൻ മാല. അപ്രതീക്ഷിതമായാണ് കീലി സുട്ടൻ അറബി മലയാള സാഹിത്യത്തെ പരിചയപ്പെടുന്നത്. അമേരിക്കയിലെ ടെക്സാസ് സർവകലാശാലയിലെ ബിരുദ പഠനമാണ് കീലിയെ അറബി മലയാളവുമായി ബന്ധപ്പെടുത്തിയത്. അറബി മലയാളം എനിക്ക് കുറച്ച് പ്രയാസമുള്ള ഭാഷയാണ്. കാരണം ഭാഷ അത് ശരിയാണ്, പക്ഷേ ലിപി കുറച്ച് പ്രയാസമാണ്. അറബി ലിപി എനിക്കറിയാം, പക്ഷേ അറബി മലയാളം ലിപി വേറെ ഒരു അത് വേറെ ലിപിയാണ്, ചിലപ്പോൾ ഷാണ്. മതവും തത്വശാസ്ത്രവുമായിരുന്നു ബിരുദ പഠനത്തിൽ കീലിയുടെ വിഷയങ്ങൾ. ഈ പഠനത്തിനിടെ കേരളത്തിലെ ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനിടയായി. സ്വാഭാവികമായും മുസ്ലിം സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായ മാപ്പിളപ്പാട്ടും അറബി മലയാളവും കടന്നുവന്നു. ഇതോടെ കീലി മലയാളം പഠിക്കാൻ തുടങ്ങി. തിരുവനന്തപുരം സ്വദേശിയായ പ്രൊഫസർ രാധാകൃഷ്ണൻ ഉണ്ണിത്താനായിരുന്നു കീലിയുടെ മലയാളം ഗുരു. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ മലയാളം എഴുതാനും വായിക്കാനും തുടങ്ങി. 5 വർഷം മലയാളം പഠിച്ചിട്ടുണ്ട്. സോ മലയാളം ആ സമയത്ത് മലയാളം അറിയാമായിരുന്നു. സോ പിന്നെ അതിനുശേഷം 1 വർഷം അറബി പഠിച്ചു. തുടർന്ന് അറബി മലയാളത്തിലെ മൂലഗ്രന്ഥങ്ങൾ തേടി കേരളത്തിലെത്തി. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും പല ഗ്രന്ഥാലയങ്ങളും അരിച്ചു പെറുക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. പ്രതീക്ഷിച്ച പുസ്തകങ്ങളൊന്നും കീലിക്ക് ഈ ലൈബ്രറികളിൽ നിന്ന് കിട്ടിയില്ല. 3-ാം ഊഴത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെത്തിയപ്പോഴാണ് അറബി മലയാളത്തിലെ കൂടുതൽ പുസ്തകങ്ങൾ കീലിക്ക് കിട്ടിയത്. പിന്നീട് കൊണ്ടോട്ടിയിലെ വൈദ്യസ്മാരകത്തിലെത്തി അറബി മലയാള സാഹിത്യത്തിലെ കൂടുതൽ പുസ്തകങ്ങൾ സംഘടിപ്പിച്ചു. ഡോക്ടർ എം.എൻ. കാരശ്ശേരിയും തിരൂരങ്ങാടി PSMO കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ കെ അബ്ദുൽ സത്താറും കീലിയെ അറബി മലയാളത്തിൽ കൂടുതൽ പഠനങ്ങൾക്ക് സഹായിച്ചു. അറബി മലയാള കൃതികളെക്കുറിച്ച് ഇന്നേ വരെ ഇംഗ്ലീഷിൽ കാര്യമായിട്ട് വന്നിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് 1899-ലും 1901-ലും അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഫോസറ്റ് മോയിൻകുട്ടി വൈദ്യരെക്കുറിച്ചും മോയിൻകുട്ടി വൈദ്യരുടെ കാവ്യങ്ങളെക്കുറിച്ചും നടത്തിയിട്ടുള്ള പഠനങ്ങളാണ്. അത് ഗദ്യരൂപത്തിലുള്ളതാണ്. എന്നാൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം അറബി മലയാളത്തിൽ 500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഒരു കൃതി അതേപടി വേഴ്സ് രൂപത്തിൽ, കാവ്യരൂപത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ബദറുൽ മുനീർ, ഹുസനുൽ ജമാൽ, മലപ്പുറം ബദർ പടപ്പാട്ട്, ഉഹുദ് പടപ്പാട്ട്, പക്ഷിപ്പാട്ട് തുടങ്ങിയ മാപ്പിള സാഹിത്യത്തിലെ അമൂല്യ കൃതികളെല്ലാം കീലി സുട്ടൻ പഠിച്ചു. മുഹിയുദ്ദീൻ മാലയ്ക്ക് ശേഷം പക്ഷിപ്പാട്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മൊഴിമാറ്റുന്നതിന്റെ തിരക്കിലാണ് കീലി സുട്ടൻ. Tangolum tawangi sahab bimarum kudi madinata pilai